തുടർച്ചയായ രണ്ടാം തവണയും കോപ്പ അമേരിക്ക ഫുട്ബോളിൽ കപ്പുയർത്തുന്ന മനോഹര നിമിഷത്തിനരികിലാണ് മെസ്സിയും സംഘവും. ഹാമിഷ് റോഡ്രിഗസും കൂട്ടരുമാകട്ടെ സമീപകാലത്തേറ്റ മുറിവുകൾ മായ്ച്ചു കളയാനുള്ള ശ്രമത്തിലും. ഫൈനലിൽ അർജന്റീനയും കൊളംബിയയും മുഖാമുഖം വരുമ്പോൾ ചരിത്രത്തിന് പ്രസക്തിയില്ല. കാരണം രണ്ടു ശൈലികളുടെ പോരാട്ടം കൂടിയാണിത്. തിങ്കളാഴ്ച രാവിലെ, അതായത് നാളെ രാവിലെ 5:30 മത്സരം തുടങ്ങും. ഫൈനലിൽ ജയിച്ചാൽ കോപ്പയിൽ കൂടുതൽ കിരീടം എന്ന റെക്കോർഡ് അർജന്റീനയ്ക്ക് സ്വന്തമാകും. നിലവിൽ അർജന്റീനയ്ക്കും യുറോഗ്വയ്ക്കും 15 വീതം കിരീടങ്ങളുണ്ട്. അർജന്റീനയുടെ 30ാം ഫൈനലാണിത്. മെസ്സിക്ക് ഈ ടൂർണമെൻറ്റിലെ 5ാം ഫൈനലും. ഇതോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച ഏഞ്ചൽ ഡി മരിയയെ കിരീടത്തോടെ യാത്രയാക്കാൻ ടീം ആഗ്രഹിക്കുന്നു. ടൂർണമെൻറ്റിൽ ടീം അപരാജിതരായിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ എക്വഡോറിനോട് വിറച്ചെങ്കിലും ഷൂട്ടൌട്ടിൽ ജയിച്ചു. സെമിയിൽ കാനഡയ്ക്കെതിരെ ഗോൾ നേടി നായകൻ ലയണൽ മെസ്സിയും കിരീട പോരാട്ടത്തിനൊരുങ്ങി. 4 ഗോളുമായി ലൗതാരോ മാർട്ടിനസ് ആക്രമണത്തിൽ ശോഭിച്ചു. കഴിഞ്ഞ 28 മത്സരങ്ങളിലായി അപരാജിതരാണ് കൊളംബിയ. സംഘബലത്തിലാണ് അവരുടെ മുന്നേറ്റം. പഴയ സൂപ്പർ താരം ഹാമിഷ് റോഡ്രിഗസിന്റെ തിരിച്ചുവരവ് ഈ ടൂർണമെൻറ്റിൽ കണ്ടു. അസിസ്റ്റുകളിൽ മെസ്സിയെ മറികടക്കുകയും ചെയ്തു. 23 വർഷത്തിന് ശേഷമാണ് ടീം കോപ്പ ഫൈനലിലെത്തുന്നത്. നാളത്തെ മത്സരം നിശ്ചിത സമയത്ത് തുല്യ നിലയിലായാൽ എക്സ്ട്രാ ടൈം ഉണ്ടായിരിക്കും. അതിനുശേഷം പെനാൽറ്റി ഷൂട്ടൗട്ട്. 2024 കോപ്പ അമേരിക്ക ആര് നേടും? നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട ടീമിനെ കമൻറ്റ് ബോക്സുമായി രേഖപ്പെടുത്തൂ.